2026 ഒരു 16-ാം തീയതി ഉച്ച സമയം ദീപക് തൻ്റെ ജോലി കഴിഞ്ഞ് നൂർജഹാൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറുന്നു. വളരെ തിരക്കേറിയ ബസ്സിൽ ദീപക് നിന്നാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ബസ്സിൽ തിക്കും തിരക്കുമായതിനാൽ കണ്ടക്ടർ ദീപകിനോട് പറഞ്ഞു ഒരല്പം മുന്നോട്ട് കയറി നിൽക്കാൻ. അങ്ങനെ ദീപക് ഒരല്പം മുന്നോട്ട് കയറി നിന്നു. പെട്ടെന്നായിരുന്നു വ്ളോഗർ ഷിംജിത മുസ്തഫ ദീപക് തന്നെ വളരെ മോശമായി സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ രംഗത്ത് വരുന്നു. ദീപക് വളരെ നിസ്സഹായനായിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ന്യായം പറഞ്ഞു. പക്ഷേ അവൾ വീഡിയോ എടുത്തു തുടങ്ങി. നിന്നെ ഞാൻ ഏറ്റവും മോശമായി ചിത്രീകരിക്കും, താൻ എന്നെ വളരെ മോശമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ദീപക് യഥാർത്ഥ സത്യത്തോടെ തൻ്റെ ന്യായം അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും അവിടെ കണ്ടു നിന്നവർ പോലും ഒന്നും മൈൻഡ് ചെയ്തില്ല. ഷിംജിത അവളുടെ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തിക്കൊണ്ടേയിരിക്കുന്നു. ദീപക് കൈകെട്ടി നിൽക്കുന്ന രംഗങ്ങൾ പോലും ഷിംജിത വളരെ മോശത്തോടെയാണ് വ്യാഖ്യാനിച്ചത്. പിന്നീട് വീട്ടിലെത്തിയ ഷിംജിത ബസ്സിലെ ക്ലിപ്പുകൾ എഡിറ്റ് ചെയ്തു തുടങ്ങി. ഈ കാമഭ്രാന്തനെ തിരിച്ചറിയുക എന്ന ടൈറ്റിലോടെ അവൾ അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അതും അവളുടെ കണ്ടന്റ് ദാരിദ്ര്യത്തെ അകറ്റാനതിന് വേണ്ടി. അവൾക്ക് വേണ്ടത് റീച്ചും ലൈക്കും മാത്രമായിരുന്നു. പിന്നീട് ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നു. ദീപകിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം തുടരുന്നു. ലോകം മുഴുവനും ഈ വീഡിയോ വൈറലായ സമയത്ത് ദീപകിൻ്റെ വശം കേൾക്കാൻ ഒരു പൂച്ചക്കുട്ടി പോലും വന്നില്ല. ഈ അപമാനം പേറുന്നതിനിടക്കാണ് 19-ാം തീയതി ദീപകിൻ്റെ ജന്മദിനമെത്തുന്നത്. സുഹൃത്തുക്കളും നാട്ടുകാരും ഉറ്റവരും എല്ലാം തന്നെ സംശയത്തോടെ മാത്രം നോക്കുന്നത് കണ്ടപ്പോൾ ദീപകിന് മനം നശിച്ചുപോയി. വളരെ നിസ്സഹായനായിപ്പോയി. ആരോരും കേൾക്കാനില്ലാത്ത മനുഷ്യനായിപ്പോയി. ഒറ്റപ്പെട്ടു പോയി. ഇതെല്ലാം കണ്ട് ദീപക് തകർന്നുപോയി. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ജന്മദിനത്തിന് തൊട്ടു പിന്നാലെ വളരെയധികം അഭിമാനിയായ ആ മനുഷ്യൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ദീപകിൻ്റെ മരണശേഷം പോലീസിൻ്റെ അന്വേഷണത്തിൽ നൂർജഹാൻ എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ്സിൽ നിന്നും CCTV ദൃശ്യങ്ങൾ കണ്ടെടുക്കുകയും ഷിംജിത ചെയ്തിരുന്നത് വളരെ പച്ചക്കള്ളമായിരുന്നു എന്നും ദീപക് നിരപരാധിയായിരുന്നു എന്നും തെളിഞ്ഞു. ദീപക് തൻ്റെ കൈകൾ കെട്ടി വളരെ മാന്യമായിട്ടായിരുന്നു നിന്നിരുന്നത് എന്നും ഷിംജിത ദൃശ്യങ്ങൾ പകർത്തി തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയായിരുന്നു എന്നും കണ്ടെത്തി. അങ്ങനെ ശാന്തി കിട്ടാത്ത ആത്മാവുമായി ദീപക് ലോകത്തേക്ക് മടങ്ങി.